60 വയസ്സിന് മുമ്പേ അപേക്ഷിക്കാൻ കഴിയാത്ത കലാകാരന്മാർക്ക് ഒരിക്കൽ കൂടി അവസരം കൊടുക്കുക. അത് മാനുഷികമായ ഒരു പരിഗണനയാണ്. ഒരിക്കൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ വീണ്ടും ഞങ്ങൾ പറയുന്നു ഒരിക്കൽ കൂടി അവർക്ക് അവസരം കൊടുക്കണം. അവസരമായ കലാകാരന്മാർക്കുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള, സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ള. കൂടാതെ നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് അതുപോലെ ധനകാര്യമന്ത്രിക്ക് ഞങ്ങൾക്കൊരു അഭിനന്ദനം പറയാനുണ്ട്. കാരണം കഴിഞ്ഞ 2 മാസം മുമ്പ് തിരുവനന്തപുരത്തെ സാംസ്കാരിക പ്രവർത്തകരെ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. സാഹിത്യ പ്രവർത്തകരെ, കലാകാരന്മാരെ ഒരുമിച്ച് ചേർത്ത് മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു. അപ്പോൾ ഞാനൊരു നന്മയുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാനും സുരേഷ് ഒഡേശയും അതിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. തിരുവനന്തപുരത്തും ഇതര ജില്ലകളിലും കലാകാരന്മാർക്ക് അവരുടെ കലാപ്രകടനങ്ങളും സാഹിത്യ കലാപ്രകടനങ്ങളും നൃത്തവും സംഗീതവും ഇതൊക്കെ അവതരിപ്പിക്കാൻ ഒരു ഇടമില്ല. തിരുവനന്തപുരത്ത് തന്നെ എത്ര രൂപ വാടക കൊടുത്താലും നമുക്കൊരു ഹാള് കിട്ടത്തുള്ളൂ. സംഗീതം അവതരിപ്പിക്കണമെങ്കിൽ, നൃത്തം അവതരിപ്പിക്കണമെങ്കിൽ, നാടകം അവതരിപ്പിക്കണമെങ്കിൽ, സാഹിത്യ സമ്മേളനമോ അല്ല ചർച്ചകളോ സെമിനാറോ സംഘടിപ്പിക്കണമെങ്കിൽ അത് സൗജന്യമായി എല്ലാ ജില്ലകളിലും നഗരിയിൽ ഒരു ഓഡിറ്റോറിയം നമ്മൾ വരുന്ന കലാകാരന്മാരുടെ സീനിയാർക്ക് അനുസരിച്ച് ബുക്ക് ചെയ്യാൻ അനുവാദം കൊടുക്കുക, അവർക്ക് കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക. അങ്ങനെ അത് മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ബഡ്ജറ്റ് തയ്യാറാക്കി ധനകാര്യ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രി ഞങ്ങളുടെ നന്മയുടെ അഭിനന്ദനങ്ങളെ ഈ അവസരത്തിൽ പറയുകയാണ്. ഒപ്പം ഈ കലാകാരന്മാരുടെ ആവശ്യങ്ങൾ കൂടി പരിഹരിക്കണമെന്ന്